വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭദ്രാസനത്തിൻ്റേതായിട്ട് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കളക്ട് ചെയ്തതായ തുകയുടെ ചെക്ക് 10 ലക്ഷം രൂപയുടേതായ ചെക്ക് ഇപ്പോൾ യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ അതിലെ അംഗങ്ങൾ ചേർന്ന് വയനാട് ദുരന്തമുണ്ടായപ്പോൾ തന്നെ പരിശുദ്ധ ബാവാ തിരുമേനി ആ കാര്യത്തിൽ പ്രതികരിക്കുകയും നമ്മുടെ സഭാവകയായി 50 വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ ദേവാലയങ്ങളിലും അതിനുള്ള അലയടികൾ പ്രത്യക്ഷമായിരുന്നു. അതിൻ്റെ കളക്ഷൻ ചുമതല ഭദ്രാസന യുവജന പ്രസ്ഥാനത്തെയാണ് ഏൽപ്പിച്ചത്. അതിൽ തന്നെ ഏതാനും ദേവാലയങ്ങളിൽ നിന്ന് ലഭിച്ച തുകയാണ് ഇപ്പോൾ ഒരു വീടിൻ്റെ തുക നൽകുന്നത്. ചെങ്ങന്നൂർ ഭദ്രാസനം മറ്റ് പല പ്രസ്ഥാനങ്ങൾ കൊണ്ട് സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്നെങ്കിലും ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്. ബാവാ തിരുമേനി സമൂഹത്തോട് പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് കരുതി നമ്മുടെ എല്ലാ ദേവാലയങ്ങളും ആ കാര്യത്തിൽ സഹകരിച്ചു. അതിൻ്റെ ആദ്യ ഗഡുവായ 10 ലക്ഷം രൂപ ഒരു ഭവനത്തിൻ്റേത് ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലപ്പെട്ട വൈദികരും ഭദ്രാസന സെക്രട്ടറിയും കൂടെ ചേർന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയെ അത് ഏൽപ്പിക്കുന്നതായിരിക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഭദ്രാസനം കളക്ട് ചെയ്ത് ആദ്യമായിട്ട് തരുന്ന ഒരു തുക ആദ്യം ചെങ്ങന്നൂർ ഭദ്രാസനം തന്നെ ആരംഭിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് യുവജനങ്ങൾ മറ്റെല്ലാവരേക്കാളും മുന്നിലാണെന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. ആദ്യത്തെ ഗഡുവാന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയുള്ള ഗഡു വായിക്കാൻ പറഞ്ഞ അവധി ഞാൻ വരാം. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ കാര്യം നടത്തേണ്ടത് ആവശ്യമാണ്. അതനുസരിച്ച് ഒരു കൽപ്പന നാളെ പള്ളിയിൽ വായിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഗവൺമെൻറ്റുമായുള്ള നമ്മുടെ ധാരണയിൽ ഗവൺമെൻറ് നൽകുന്നതായ സ്ഥലത്ത് 50 വീടുകൾ നമ്മൾ വെച്ചു കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഓഫറുകൾ ഗവൺമെൻറ്റിൽ നമ്മൾ അർപ്പിച്ചു.